ഹായ് ഹലോ ഈസി സിനി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫോൾ ഗായ് മൂവിയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. ദി ഫോൾ ഗായ്. അപ്പം നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും, അല്ല അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഡേവിഡ് ലീച്ച് ആണ് ഡയറക്ടർ. ഡ്രൂ പേഴ്സ് ആണ് ഇതിൻ്റെ കഥ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഡേവിഡ് ലീച്ച് എന്ന് പറഞ്ഞ ഡയറക്ടർ ജോൺ വിക്ക് പുള്ളിയുടെ ഡെബ്യൂ ഡയറക്ടോറിയൽ മൂവിയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ പുള്ളിയുടെ ഒരു ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഡ്രൂ പേഴ്സ് എന്ന് പറഞ്ഞ ആള് അയൺമാൻ 3 ഒക്കെ എഴുതിയിട്ടുള്ള ആളാണ്. മിഷൻ ഇമ്പോസിബിൾ എഴുതിയിട്ടുള്ളത് പുള്ളിയാണെന്ന് എൻ്റെ ഒരു അറിവ്. പിന്നെ മെയിൻ ലീഡ് ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് റയൻ ഗോസ്ലിംഗ്, എമിലി ബ്ലണ്ട് ആണ് പടത്തിന്റെ ലീഡ് ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പടം തിയേറ്ററിക്കലി എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് ചോദിച്ചാൽ എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് മൂവി മൊത്തം തന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. കുറേ കാര്യങ്ങളെന്ന് വെച്ചാൽ ജോൺ വിക്ക് പോലെ ഒരു മൂവി ഡയറക്റ്റ് ചെയ്ത ഒരു ഡയറക്ടറിൻ്റെ അടുത്തു നിന്ന് നമ്മളൊരു പടം പ്രതീക്ഷിക്കുമ്പോഴത്തേനും അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കും. ജോൺ വിക്ക് ഒക്കെ കണ്ട സമയത്ത് നമുക്ക് ഓരോ സീനിലും സീൻ ബൈ സീൻസ് നമുക്ക് ഓരോ ഭയങ്കര ഇമ്പാക്ട്, ഓരോ സീനിലും നമുക്ക് ഓരോ ഇമ്പാക്ട് തന്നുകൊണ്ടിരിക്കും. ഇമോഷണലി ആണെങ്കിലും നമുക്ക് ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സീൻ വരുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴും നമുക്ക് ഭയങ്കര രീതിയിലുള്ള ഒരു ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്ന ഒരു സിനിമയാണ് ജോൺ വിക്ക് ഒക്കെ. അത് ഡയറക്റ്റ് ചെയ്ത ഒരാളുടെ പടം വരുമ്പോഴത്തേനും നമ്മൾ അതുപോലെ തന്നെ എക്സ്പെക്ട് ചെയ്യും. അല്ലെങ്കിൽ ഇതൊരു സ്റ്റണ്ട് ആക്ഷൻ എന്റർടൈൻമെന്റ് ജോണറിൽ വരുന്ന ഒരു പടമാകുമ്പോഴത്തേനും ആക്ഷൻ രംഗങ്ങളിലൊക്കെ നമുക്ക് ഒത്തിരി നമ്മൾ എക്സ്പെക്ട് ചെയ്തായിരിക്കും പടം പോകുന്നത്. ആ ഒരു എക്സ്പെക്ടേഷൻ ഇപ്പം പടം നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോകരുതെന്ന് പറയുമ്പോഴത്തേനും പടം എന്താണെന്ന് വെച്ചാൽ അത് കാണുക എന്നാണ് സാധാരണ നമ്മൾ പറയുന്നത്. അപ്പം അല്ല, അങ്ങനെ ഒരു ധാരണയിലാണ് പടത്തിന് പോയതെങ്കിലും ഇതിൽ നിന്ന് എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോ സീൻ കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു എക്സ്പെക്ടേഷൻ വെച്ചില്ല, ഒരു ഒരു ഇമ്പാക്ട് കിട്ടാതെ നമുക്ക് ഓരോ സീനുകളിലും എനിക്കൊരു ഇമ്പാക്ട് കിട്ടില്ല. ഇപ്പം ഒരു മാസ് സീനൊക്കെ കഴിയുമ്പോഴത്തേനും അല്ലെങ്കിൽ ക്ലൈമാക്സിലോട്ടൊക്കെ അടുക്കുമ്പോഴത്തേനും നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റബിൾ ആവും. പിന്നെ നമ്മൾ ആ ഓരോ സീനുകളിൽ ഉണ്ടാകുന്ന അടിപൊളി രംഗങ്ങൾ കാണാൻ വേണ്ടിയായിരിക്കും പ്രതീക്ഷിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സീനോ കാര്യങ്ങളോ ഒക്കെ ഇതിൽ വളരെ കുറവായിരുന്നു. പിന്നെ കോമഡി രംഗങ്ങളൊക്കെ നല്ല രീതിയിൽ എനിക്ക് കണക്റ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം കോമഡിയൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം എന്റർടൈനർ ആയിട്ട് ഇത് കണ്ടിരിക്കാം. പിന്നെ ഒരു ആദ്യ പകുതി എത്തുന്ന സമയം ആകുമ്പോഴത്തേനൊക്കെ എനിക്ക് ചെറിയൊരു ഉറക്കമൊക്കെ വന്ന് ഞാനിങ്ങനെ കണ്ണൊക്കെ അടഞ്ഞു പോകാറൊക്കെ ആയി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഏറെക്കുറെ നമുക്കൊരു സ്റ്റോറി ലൈൻ പകുതി കഴിയുമ്പോഴത്തേനും മനസ്സിലാവും. പിന്നെ കുറെ കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റബിൾ ആയിരിക്കും. കണ്ടിരിക്കാം, പക്ഷെ കണ്ടിരിക്കാം. ഓഫ് കോഴ്സ് നമുക്ക് ഒരു വൺ ടൈം തിയേറ്ററിൽ വാച്ചിനുള്ള ഒരു മൂവി ഉണ്ട് പടം. പിന്നെ ഇങ്ങനൊരു ജോണർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണും. ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റിലൂടെ കൂടി കാണുന്ന ആൾക്കാർ കാണും. എനിക്കെന്തോ പേഴ്സണലി അത്ര ഒരു ടോപ്പ് ആയിട്ടുള്ളൊരു തിയേറ്റർ എക്സ്പീരിയൻസ് മൂവി തന്നിട്ടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. അത് മാത്രമല്ലല്ലോ, ഇപ്പം 10 പേരുണ്ടെങ്കിൽ 10 പേർക്കും 10 ടേസ്റ്റ് ആയിരിക്കും സിനിമയോട്. അപ്പം അങ്ങനെ ആയിരിക്കും. നിങ്ങൾ പടം കാണുക, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക. കഥ നമുക്ക് ഏകദേശം പ്രെഡിക്റ്റബിൾ ആയി കഴിയുമ്പോഴത്തേനും പിന്നെ നമ്മൾ അതിന്റെ ആ ഒരു മേക്കിംഗ് അല്ലെങ്കിൽ ആ ഒരു സീൻ ബൈ സീൻ തരുന്ന ഒരു ഇമ്പാക്റ്റിലായിരിക്കും നമ്മുടെ ഒരു എക്സൈറ്റ്മെന്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് കിട്ടാതാകുമ്പോഴത്തേനും നമ്മൾ പിന്നെ ഡൗൺ ആയി പോകും. അപ്പം ക്ലൈമാക്സിലോട്ട് വന്നപ്പോഴത്തേക്കും നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇങ്ങനെയാണ് ഇതിന്റെ ക്ലൈമാക്സിലോട്ട് പോകുന്നത്. കോമഡി, ആക്ഷൻ, എന്റർടൈനർ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു ഒരു വൺ ടൈം ഡീസന്റ് വാച്ച് ആയിട്ടുള്ള ഒരു മൂവിയാണ് ദ ഫോൾ ഗായ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണുക. കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക. തെറി പറയാതിരിക്കുക. നല്ല രീതിയിൽ എൻജോയ് ചെയ്ത ആൾക്കാരെല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. പേഴ്സണലി ഉള്ള ഒപ്പീനിയൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം കൂടുതലൊന്നും പറയാനില്ല. ബൈ.